പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളെല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത്, നിങ്ങളൊരു പുതിയൊരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നു. ഇത്തരക്കാർക്കായി ഡ്രൈവിംഗ് വാഹനം ഓടിച്ചു തുടങ്ങുന്നതിന് മുമ്പേ വാഹനത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഒന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ ഒരു വീഡിയോയാണ്. നമ്മൾ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഈ ഒരു ചാനലിൽ കൂടി ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡ്രൈവിംഗ് പഠിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കുവാൻ തുടങ്ങിയിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളായിരിക്കും വരുന്നത്. നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ ഒരു ചാനലിൽ കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു വാഹനം പഠിക്കുന്ന ആൾക്കാരെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതായത് ഒന്നെന്ന് പറയുന്നത് വീട്ടിൽ വാഹനം ഉള്ള ആൾക്കാരും, രണ്ടാമെന്ന് പറയുന്നത് വീട്ടിൽ വാഹനം ഇല്ലാത്ത ആൾക്കാരും. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാർക്കും ഈ വാഹനത്തിനെക്കുറിച്ച് ആദ്യമായി പറയുകയാണെങ്കിൽ നമ്മൾ ഈ വാഹനത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റായി ചെയ്യേണ്ടത്. നിരന്തരമായ പ്രാക്ടീസിൽ കൂടി മാത്രമേ നമുക്കൊരു വാഹനമായാലും ഏതൊരു കാര്യമായാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നിരന്തരമായ പ്രാക്ടീസിൽ കൂടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം, വണ്ടി ഗിയറിട്ട് നിങ്ങൾ മുമ്പോട്ടും പുറകോട്ടും എടുക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വാഹനത്തിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ആദ്യം വാഹനത്തിൻ്റെ മുന്നിൽ തന്നെ തുടങ്ങാം. നമ്മളിപ്പോൾ ഞാൻ ഓടിക്കാൻ പോകുന്ന വാഹനം ഇതാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓടിക്കാൻ പോകുന്ന വാഹനം ഇതാണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? ഇപ്പോൾ ഇതൊരു വാഹനമാണെന്ന് മനസ്സിലാവും. ഈ വാഹനത്തിനകത്ത് ഫ്രണ്ടിൽ 2 ഗ്ലാസും അല്ലെങ്കിൽ ഒരു 2 ലൈറ്റുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിലുപരിയായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വാഹനത്തിനടുത്തേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ എത്രത്തോളം ആ വാഹനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് ഇരുന്ന് നോക്കുക. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും താഴേക്ക് നമ്മുടെ ആ വാഹനത്തിൻ്റെ താഴേക്കുള്ള ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. നമ്മുടെ വാഹനത്തിനൊന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു സൈഡിൽ കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് പോയി നോക്കുകയാണെന്ന് നോക്കിയോ. ഞാനിപ്പോൾ വാഹനത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു മിററുണ്ട്. ഈ മിററിൻ്റെ തൊട്ടടുത്തായി നമുക്ക് കയറുന്നതിലുള്ളൊരു ഡോർ ഹാൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കി നമ്മളിങ്ങനെ വരുന്നു. ഈ വാഹനത്തിനോട് നമ്മൾ ചേർന്ന്, നിങ്ങളൊരു ഓടിക്കാൻ പോകുന്ന വാഹനത്തിനോട് നിങ്ങൾ ഇതുപോലെ ചേർന്ന് നിന്ന് നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആ വാഹനത്തിൽ നിങ്ങളിൽ നിന്നും എത്രത്തോളം ഹൈറ്റിലാണ് വാഹനം ഉള്ളതെന്ന്. അപ്പോൾ ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എൻ്റെ ഹൈറ്റിന് അത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹൈറ്റിന് ഇത്രയാണുള്ളത് എന്നൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ രീതിയിൽ ചെയ്യുന്നത് ഉപകാരപ്പെടും. കൂടാതെ നിങ്ങൾക്ക് കാണാം ഇതിന് മുകളിലായി ഒരു ആൻറ്റിനയുണ്ട്. ഈ ആൻറ്റിന എത്രത്തോളം പൊക്കി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വാഹനത്തിനെ കുറച്ചുകൂടി പുറകിലേക്ക് പോയി നോക്കുകയാണ്. പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഇവിടെ ഡോർ ഹാൻഡിലുണ്ട്. ഈ ഒരു ഡോർ ഹാൻഡിൽ എന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ വാഹനത്തിനകത്തിരുന്ന് വാഹനം ഓടിച്ച് തുടങ്ങുമ്പോൾ വാഹനം ഓടിക്കുന്ന ഒരാളിന് ഈ ഒരു ഡോർ ഹാൻഡിൽ ആ ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോൾ ഈ ഡോർ ഹാൻഡിലായിരിക്കും നമ്മൾ കാണുന്നത്. ആ ഡോർ ഹാൻഡിൽ നോക്കുന്ന സമയത്ത് ഈ വീൽ ബേസ്, ഈ വീലിൻ്റെ സ്ഥാനം ഈ ഡോർ ഹാൻഡിൽ കൂടി നോക്കുന്ന ലെവലായിരിക്കും നിങ്ങൾക്ക് ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യാൻ പറ്റുക. ഇത് ഞാൻ ടിപ്പ് കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞു തരാം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ വിശദമായി മനസ്സിലാക്കി തരാം. അപ്പോൾ ഇത് മനസ്സിലായി നമ്മൾ നേരെ ഇതിന് പുറകിലേക്ക് വരുന്നു. പുറകിലേക്ക് വരുമ്പോഴും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കാം. തുറന്ന് ഇതൊരു ഡിക്കി ഇല്ലാത്ത വാഹനമാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ തിരിച്ച് അതേ വാഹനത്തിൽ തന്നെ നമ്മൾ പുറകു സൈഡിൽ കൂടിയും ഒന്ന് താഴേക്കൊന്ന് ഇരുന്ന് ഇതിനകത്തേക്ക് നോക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആ ഒരു സ്പേസ് നമുക്ക് മനസ്സിലാവുന്നു. തുറന്ന ടയറുകളുടെ ആ ഒരു പൊസിഷനും അതിൻ്റെ ഒരു വീതിയുമെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. തുറന്ന് നമ്മൾ ഈ സൈഡിലേക്കൊന്ന് കറങ്ങി ഇതുവഴി വന്ന് ഇവിടുത്തെ ടയറുകളും ബാക്കിയുള്ളത് നമ്മൾ പരിശോധിക്കുന്നു. ഇതിന് ടയർ എത്രത്തോളം വലുതാണെന്നും എത്ര വീതി ഉണ്ടെന്നൊക്കെ നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നു. തുടർന്ന് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടുള്ള ആ ഒരു ഹൈറ്റും നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറങ്ങി ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഡോർ ഹാൻഡിലുണ്ട്. ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ മിററിൽ കൂടി നോക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക് സൈഡിലെ വീൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വരുന്ന വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഈ സൈഡിലെ ബാക്ക് വീല് ജഡ്ജ് ചെയ്യുന്നതിനായി ഈ ഒരു ഹാൻഡിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇതുവഴി തന്നെ കറങ്ങി നമ്മൾ ഇവിടേക്ക് വന്നു. ഇവിടെയും നമുക്കൊരു മിററുണ്ട്. ഇതുവഴി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു വാഹനത്തിനെ പഠിക്കുന്നതിന് മുന്നേ ആ വാഹനത്തിന് 4 സൈഡിൽ നടന്ന് ഒന്ന് മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നതിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇങ്ങനെ മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വീട്ടിൽ വാഹനമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ വാഹനം ഒന്ന് കഴുകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴൊക്കെ ആ വാഹനത്തിൽ നിന്ന് വൃത്തിയാക്കുന്നത്, അത് നിങ്ങൾക്ക് കൂടുതൽ വാഹനത്തിനെ പറ്റി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. എന്തൊക്കെയാണുള്ളതെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇവിടെ കാണാം, നമുക്കിവിടെ ചെറിയൊരു വൈപ്പറിൻ്റെ ഒരു സാധനം കാണാം. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ലായിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിരിക്കും. കാരണം വൈപ്പറിലേക്ക് വെള്ളം ഇവിടെ നിന്ന് തെറിപ്പിച്ച് നമുക്ക് ഗ്ലാസുകൾ കഴിയുന്നതിനുള്ള സംവിധാനമാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓടിക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു. നമുക്കിനി വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം.